നമസ്കാരം. നമ്മുടെ നാട് നേരിടുന്ന നീറിയ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പുകമറയിലായിരിക്കുന്നു. എല്ലാവർക്കും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അനാശാസ്യത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യാൻ താല്പര്യം. രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു യുവതിയും തമ്മിൽ പരസ്പര സമ്മതത്തോടെ നടന്ന ബന്ധം, അവർ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ വിവാദമാവുകയും അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കുകയും ചെയ്തത് തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട വാർത്ത. രാഷ്ട്രീയ ധാർമ്മികതയുടെ കണ്ണിൽ മാങ്കൂട്ടം ചെയ്തത് തെറ്റാണെങ്കിലും നിയമപരമായി ഇത് നിലനിൽക്കുമോ എന്ന ചോദ്യം നിയമവിദഗ്ധർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ധാർമ്മികത രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമേ ബാധകമാവുകയുള്ളൂ, മറ്റുള്ളവർക്ക് ബാധകമാവില്ലേ എന്ന ചോദ്യവും ഉയർന്നു വരുന്നു. ഇതിനിടയിൽ അനേകം കണ്ണീർ കഥകൾ നമുക്ക് കാണാം. മന്ത്രി വീണ ജോർജ് മുതൽ ശിവൻകുട്ടി വരെയുള്ളവർ ഇരയ്ക്ക് വേണ്ടി നിലവിളിക്കുകയാണ്. ഇരയുടെ മാനസികാവസ്ഥയോർത്ത് പൊട്ടിക്കരയുകയാണ്. ഇതിലേറ്റവും വിചിത്രമായി തോന്നിയത് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ വിലാപകാവ്യമാണ്. ഈ വാർത്ത പുറത്തു വന്ന ആ സമയം മുതൽ കോടിയേരിയുടെ മകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ മണിക്കൂറിലും പോസ്റ്റിട്ടാണ് പാവപ്പെട്ട ഇരയെക്കുറിച്ച് വേദനിക്കുന്നത്. ആ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടും എങ്ങനെ കോൺഗ്രസിന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ കഴിയും? ഈ ശബ്ദം കേൾക്കുന്ന സ്ത്രീകൾക്കാർക്കെങ്കിലും ഇനി കോൺഗ്രസിനൊപ്പം നിൽക്കാൻ സാധിക്കുമോ? ഏത് കേസുമായി ഇവർ ഇനി ഇതിനെ താരതമ്യം ചെയ്യും? സമാനതകളില്ലാത്ത സ്ത്രീ വിരുദ്ധത. ബിനീഷ് കോടിയേരിയുടെ ആദ്യത്തെ വിലാപകാവ്യങ്ങളിൽ ഒന്നിങ്ങനെയായിരുന്നു. അടുത്തത് ലൈംഗിക ബന്ധത്തിനിടെ ഗർഭധാരണം സംഭവിച്ചു. ഈ കുഞ്ഞിനെ താൻ തന്നെ വളർത്തുമെന്ന് പെൺകുട്ടി ഉറച്ച നിലപാടെടുത്തപ്പോൾ പുരുഷൻ അതിനെ നശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പെൺകുട്ടി സമ്മതിക്കാത്തതിനാൽ സമ്മതിച്ചില്ലെങ്കിൽ കൊല്ലും എന്ന ഭീഷണിയും പുരുഷൻ ഉയർത്തി. സ്ഥിരമായ മാനസിക സമ്മർദ്ദത്തെയും ഭീഷണിയെയും തുടർന്നാണ് ആ ഗർഭം നിർബന്ധിതമായി അലസിപ്പിച്ചത്. ഇവിടെ സംഭവിച്ചത് വ്യക്തമായ കുറ്റകൃത്യമാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 89 അനുസരിച്ച് സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭം അലസിപ്പിക്കുന്നത് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതര കുറ്റമാണ്. സമ്മതം എന്നത് ഭീഷണിയിലൂടെയും തെറ്റിദ്ധരിപ്പിച്ചും നേടിയെടുക്കുന്ന ഒന്നല്ലെന്ന് BNS സെക്ഷൻ 28 വ്യക്തമായി നിർവചിക്കുന്നു. കൊല്ലുമെന്ന ഭീഷണി നിയമപരമായ കുറ്റമാണ്. BNS സെക്ഷൻ 359 പ്രകാരം കൊലപാതക ഭീഷണി 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ഇതിനു പുറമെ വിശ്വാസവഞ്ചന, ചതി, പിന്തുടർന്ന് ശല്യം ചെയ്യൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളും ബന്ധപ്പെട്ട സെക്ഷനുകൾ ബാധകമാണ്. സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് നിർണായകം. ആർക്കും സമ്മതമില്ലാതെ ഭീഷണിയിലൂടെ ഗർഭം അലസിപ്പിക്കാനാവില്ല. അത് ക്രിമിനൽ കുറ്റമാണ്. ഇന്നലെ രാത്രി ആയപ്പോഴേക്കും കരച്ചിൽ അതിൻ്റെ മൂർധന്യത്തിലെത്തി. കേരള മനസാക്ഷി ഞെട്ടിച്ച ഒരു വെളിപ്പെടുത്തലാണ് ഇന്ന് റിപ്പോർട്ടർ ചാനലോട് നമ്മൾ കണ്ടത്. ഒരാൾ ചെയ്ത തെറ്റിൻ്റെ ഭാരം പേറി കരഞ്ഞുകൊണ്ട് ആ കുട്ടി പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ ഉള്ളം പൊള്ളിക്കുന്നതാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തിരക്കിനിടയിൽ രാഹുൽ മാങ്കൂട്ടം ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ച മരുന്ന് വീഡിയോ കോളിലൂടെ നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ടാണ് ഗർഭചിത്രം നടത്തിയത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടവും ലീഗ് നേതാവും കൂടെ ചിത്രീകരിച്ച വീഡിയോ ആണ് പോസ്റ്റിന് കൂടെയുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ റീലുകൾ ഇനി ഒരിക്കലും വെറും തമാശയായി നമുക്ക് കാണാൻ കഴിയില്ല. അതിന് പിന്നിൽ ഒരു പെൺകുട്ടിയുടെ കണ്ണീരിൻ്റെയും നഷ്ടപ്പെട്ട ഒരു ജീവൻ്റെയും വേദനയുണ്ട്. ചെയ്തു പോയ ഒരു കൊടുംപാതകത്തിൽ തെല്ല് സങ്കടമോ ആശങ്കയോ പേടിയോ കുറ്റബോധമോ ഒന്നുമില്ലാത്ത കേരളം കണ്ട എക്കാലത്തെയും വലിയ ക്രിമിനൽ സൈക്കോപാത്ത്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ചെറിയൊരു കുറിപ്പ് കൂടി ഇട്ടു. ഒരുപാട് കാലം ഒരാൾക്ക് അവരുടെ യഥാർത്ഥ സ്വഭാവത്തെ ഒരു മുഖം മൂടിക്ക് പിന്നിൽ ഒളിപ്പിച്ചു വെക്കാനാവില്ല. കാലം കഴിയുമ്പോൾ അവരുടെ നിലപാടുകളിലും ചെയ്തികളും ആ കപടമുഖം വലിച്ചു കീറി യഥാർത്ഥ സത്യം പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. കാര്യം മനസ്സിലാകാത്തവർക്ക് കമൻറ്റ് ബോക്സിൽ ഒരു വീഡിയോ നൽകാം, അതൊന്ന് കണ്ടു നോക്കൂ, അപ്പോൾ മനസ്സിലാകും. സത്യത്തിൽ ശ്രീമാൻ ബിനീഷ് മറന്നു പോകുന്നത് തൻ്റെ തന്നെ ഭൂതകാലമാണ്. മയക്കുമരുന്ന് ലഹരി കേസിൽ 1 വർഷത്തോളം ജയിലിൽ കിടന്നയാളാണ്. തൻ്റെ പിതാവ് ആഭ്യന്തരമന്ത്രിയായപ്പോൾ ചെയ്തു കൂട്ടിയ പ്രവർത്തികളെക്കുറിച്ചുള്ള വാർത്തകൾ അന്നത്തെ പത്രങ്ങളിൽ കൃത്യമായി വന്നുകൊണ്ടിരുന്നു. എന്തിനേറെ തൻ്റെ സഹോദരൻ ദുബായിലെ നിശാ ക്ലബിൽ പോയി ഡോളർ എറിഞ്ഞുകൊടുത്ത് ഒരു ബീഹാറി പെൺകുട്ടിയുടെ അച്ഛനായപ്പോൾ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവും കുഞ്ഞിൻ്റെ അമ്മയുമായിരുന്നു എന്നത് മറന്നു പോകുന്നു. ഇത്തരം പ്രവർത്തികളെക്കുറിച്ച് വാർത്ത വന്നപ്പോൾ എന്തൊരു ന്യായീകരണമായിരുന്നു, എന്തൊരു പൊട്ടിത്തെറിയായിരുന്നു. അത്തരമൊരു ചരിത്രം മറച്ചും മാറ്റിയും വെച്ചുകൊണ്ടാണ് ബിനീഷ് കോടിയേരി കണ്ണീരൊഴുക്കുന്നത്. സമാനമായ ഒരു കണ്ണീർ കഥ ഞാൻ വായിച്ചത് PP ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. ദിവ്യ ഇങ്ങനെ സങ്കടത്തോടെ എഴുതി, അതിജീവിതയായ പെൺകുട്ടി നേരിട്ട ശാരീരിക മാനസിക പീഡനങ്ങൾ എത്രയായിരുന്നുവെന്ന് നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറത്താണ്. കോൺഗ്രസിൻ്റെ സ്ത്രീ വിരുദ്ധ സൈബർ കൂട്ടങ്ങൾ ആ പെൺകുട്ടിയെ മാത്രമല്ല പിന്തുണച്ചവരെയും അപമാനിക്കാൻ മത്സരിച്ചു. കോൺഗ്രസിലെ ചില സ്ത്രീകളും സിനിമാ താരങ്ങളും വരെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ FIR ഇടുമ്പോൾ അയാളെ പിന്തുണച്ച പെൺകുട്ടിയെ
പൊതുമധ്യത്തിൽ അപമാനിച്ചവർക്കെതിരെയും കേസെടുക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ഈ മനോരോഗി ഇനി കേരള നിയമസഭ കാണില്ല. സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ വ്യാജ ആരോപണം ഉന്നയിച്ച് പരസ്യമായി ഭീഷണിപ്പെടുത്തി മരണത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ പേരിൽ ജയിൽവാസം അനുഭവിച്ച് പുറത്തു വന്ന ദിവ്യയുടെ കരച്ചിലാണിത്. ഇങ്ങനെ കള്ളക്കരച്ചിൽ ഒടുക്കുന്ന ഒരുപാട് പേർ ഇവിടെയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ രാഹുലിനെ കല്ലെറിയുന്നവർ മറന്നു പോവരുതാത്തത് തങ്ങളുടെ പാർട്ടിയുടെ പൂർവ്വകാല ചരിത്രമാണ്. ഇതൊക്കെ മറന്നുകൊണ്ട് കല്ലെറിയുന്നവരുടെ മുമ്പിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, രാഹുലിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്ത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പറ്റിച്ച് വിജയം നേടണം. അവരോടാണ് ജോളി പറയുന്നത്, കഴുത്തോളം മലത്തിൽ മുങ്ങി നിൽക്കുന്ന അവസരങ്ങളിലെല്ലാം ജനശ്രദ്ധ മാറ്റാൻ പെണ്ണ് കേസിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ പാഠശാലയാണ് പിണറായി വിജയൻ. അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഈ കാലം വരെ ജീവിച്ചതും ഇവിടെ വരെ എത്തിയതും. കേരളത്തിലെ ബോധമുള്ള ജനങ്ങളെല്ലാം പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും നന്നായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും ശബരിമല അമ്പലം കൊള്ളയിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ തൽക്കാലം സൗകര്യമില്ലെന്ന് വിനയപൂർവ്വം അറിയിക്കുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയെ പരമാവധി മുതലെടുക്കാൻ സഖാക്കൾ രംഗത്തിറങ്ങി. ശബരിമല കൊള്ളയിൽ മുങ്ങിപ്പോയി. അവർക്ക് രാഹുലിൻ്റെ ക്രൂരകൃത്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രം മതി. ഇന്നേ വരെ ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ ലൈംഗിക പീഡനം നടത്തിയ അതിക്രൂരനായ മനുഷ്യനായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിക്കഴിഞ്ഞു. എല്ലാ വൃത്തികേടുകളും മറച്ചു വയ്ക്കാൻ ഇത്തരമൊരു കുറ്റവിചാരണയ്ക്ക് കഴിയുമെന്ന് തിരിച്ചറിയാൻ പിണറായിയുടെ സ്കൂളിൽ പഠിക്കേണ്ടതൊന്നുമില്ല. പ്രതിരോധിക്കാൻ അറിയാതെ ആ കുഴിയിൽ വീണ് എരുതിയിൽ എണ്ണയൊഴിച്ചു കൊടുക്കുന്ന സദാചാരവാദികളായ കോൺഗ്രസ്സുകാരെ പറഞ്ഞാൽ മതി.